ഹലോ ഹായ് നമസ്കാരം. ഓണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞു കാണും അല്ലേ? അത്തം തുടങ്ങിയപ്പോൾ നമുക്ക് ഇഞ്ചിക്കറി തന്നെ തുടങ്ങിയാലോ? അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു 450 ഗ്രാം ഇഞ്ചി ചെറിയ പീസസ് ആയിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി, ഒരു 3-4 പച്ചമുളക്. പിന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി അതിലേക്ക് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നല്ല ബ്രൗൺ കളറാകുന്നത് വരെ, കരിഞ്ഞു പോകരുത്, നല്ല ബ്രൗൺ കളറാകുന്നത് വരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് തന്നെ മൂപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിലിടരുത്, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ എൻ്റെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് കോരിയിട്ട് നന്നായിട്ട് നിവർത്തിയിടുക. അതായത് ഒന്നിനൊന്നും വിട്ടാതെ ഇരുന്ന് തന്നെ കുറച്ചും കൂടി മൂക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്ലേറ്റിൽ നിവർത്തി അങ്ങിട്ടേക്കുക. പിന്നെ ആ എണ്ണയിൽ തന്നെ ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട്, ചെറിയ ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു അര മൂപ്പൊക്കെ ആകുമ്പോൾ ചെറിയ ഉള്ളിയുടെ കൂടെ പച്ചമുളകും കൂടി ഇട്ട് അതും അതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് ഇളക്കിയിട്ടിട്ട് അതും മൂപ്പിച്ച് അതേപോലെ പാത്രത്തിൽ കോരി അതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ടേക്കുക. ഇതിപ്പോൾ എൻ്റെ ഇഞ്ചിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ചെറിയ തരിതരിപ്പോട് കൂടി തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ അതാ ഇഞ്ചി മൂപ്പിച്ച എണ്ണയാണ്. അതിൽ നിന്ന് ബാക്കിയുള്ള എണ്ണയും കോരി മാറ്റിയിട്ട് അതിനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ആ എണ്ണയിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 സ്പൂണിനേക്കാളും പകുതി മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് ആ പൊടികളുടെയൊക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ആ പുളി പിഴിഞ്ഞത് ആ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ആ മിക്സ് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന ഇഞ്ചിയുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. എന്നിട്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പുളിയും മധുരവും എരിവും ഒക്കെയാണ് ഈ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. എന്നിട്ടൊന്ന് കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ എൻ്റെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. തെക്കൻ കേരളത്തിലൊക്കെ ഈ ഇഞ്ചിക്കറി ഭയങ്കര ഫേമസ് ആണ്. നിങ്ങൾക്ക് ഈ ഇഞ്ചിക്കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.